എന്താണ് ഫോർമാലിറ്റീസ് എന്ന് എനിക്കറിയില്ല, ബട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഗിഫ്റ്റ്. മാത്രമല്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് യു ക്യാൻ കണ്ടിന്യൂ ടു റൈറ്റ് സെൻഡ് us ദി ആൻസേഴ്സ്. ആൻഡ് ഇനി ആൻസർ അയക്കേണ്ട ഫോമാറ്റ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ദ ഗിഫ്റ്റ് ഇസ് ഓൾസോ ഡിഫറെന്റ്. ഗോഡ് ഗിഫ്റ്റ് ജ്വല്ലറി നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് ഇനി നൽകാൻ പോകുന്ന ഗിഫ്റ്റ്. സോ ദ ഫോമാറ്റ് ഇസ് ഗോഡ് ഗിഫ്റ്റ് ജ്വല്ലറി സ്പേസ് ആൻസർ സ്പേസ് നെയിം. സോ ഇതിലേക്ക് അയക്കേണ്ട നമ്പർ ഇസ് 056-947-0947. ഒരു ഉഗ്രൻ കമന്റ് വന്നിട്ടുണ്ട്. എന്ത് കമന്റ്? പേളിക്കെതിരായിട്ടല്ല, പേളിയെ പറ്റി അനുകൂലമായിട്ട് ഫാത്തിമി അയച്ചിരിക്കുന്നത്. നല്ല പേര്. അത് ഇതാണ് കമന്റ്. മൈ ഡോക്ടർ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ആൾ. ഡോക്ടർ. അതെ, ഡോക്ടർ. ഷീസ് ഇൻ KG1 ആൻഡ് ഹെർ നെയിം ഈസ് ഫിയ. അയ്യടാ ഫിയ. KG1 എന്ന് പറയുമ്പോ കിലോഗ്രാം അതാണ്. KG1 എന്ന് വെച്ചാല് LKG. അതാണല്ലേ, നമ്മൾ പഠിക്കുമ്പോ ഇതൊന്നുമില്ലായിരുന്നു. പഠിക്കണം. Whenever she see a curly hair, she tell it is pearly. കേളി തെരളി എല്ലാം ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ മുടിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അല്ലേ. പിന്നെ വേറൊരു അടിപൊളി കമന്റ് വേറെ അതിലുണ്ട്. എന്താണ്? ബിജു സോവൻ ഇസ് സച്ച് എ ഗുഡ് ആക്ടർ, ബെറ്റർ ദാൻ മെനി ഓഫ് നോൺ ആക്ടേഴ്സ്. ഇത് നേരത്തെ വേറൊന്നുണ്ട്. ബിജു ചേട്ടൻ ഈസ് എ മോലൻ ഓഫ് മിനിസ്ക്രീൻ. സത്യം പറയണല്ലോ, ഇതൊക്കെ ഭയങ്കര. പക്ഷെ എങ്ങനെയാണ് മനസ്സ് തട്ടിയാണോ അല്ലേ അഭിനയിക്കുന്നത്? തീർച്ചയായിട്ടും. ബിക്കോസ് ഭയങ്കര റിയൽ ആയിട്ട് തോന്നാറുണ്ട് ചില സീൻസ്. അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഈ ദേഷ്യം വരുന്ന സീനൊക്കെ ശരിക്കും ദേഷ്യത്തിൽ തന്നെയാണോ അഭിനയിക്കാറ്? തീർച്ചയായിട്ടും. അല്ല, അഭിനയിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പറ്റത്തില്ല. സ്നേഹം വരുമ്പോ ശരിക്കും സ്നേഹം വരും, ദേഷ്യം വരുമ്പോ അടുത്ത സിനിമ ഒരെണ്ണം ഭയങ്കര ഇപ്പം നമ്മുടെ മൂവീസിൽ സജീവമായി തുടങ്ങി. അപ്പം സൈറാബാനു എല്ലാരും കണ്ടു. സൈറാബാനുവില് ഭയങ്കര റിവ്യൂ. അടുത്ത മൂവി ഏതായിരുന്നു? എച്ച്മി എന്ന് പറഞ്ഞൊരു ഹൊറർ മൂവിയാണ്. നമ്മുടെ മധുരനാരങ്ങയുടെ നായികയല്ലേ, നമ്മുടെ എന്തോ ഒരു പേടി പോലെ ഇതൊക്കെ പറയാം. ഭാര്യ അടുത്തുള്ളോണ്ടാണോ? അല്ലല്ല, ആ കുട്ടിയാണ് നായിക. അങ്ങനെ വരുന്നു. ശരി, മധുരനാരങ്ങ ശരിക്കും ഗൾഫ് മലയാളികൾക്ക്. അതെ അതെ അതെ, പാർവതിയാണ് എന്റെ നായിക. ഓക്കെ. സോ എന്തായാലും ഇനിയിപ്പം ഋഷി വരുന്നുണ്ടോ? സോറി, മകൻ വരുന്നുണ്ടോ? ഇല്ല, ഋഷി വരുന്നില്ല, തൽക്കാലം വരുന്നില്ല. എന്താണ്? അല്ല, വേണ്ട, അവനെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. എന്താണ് ചേട്ടാ ഇങ്ങനെ ഋഷിയോട് മാത്രം ഇത്ര ഒരു ദേഷ്യം? ഞങ്ങൾ വരുത്തുന്നില്ല. അതെന്താ? നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, കാശന്റെ മക്കളും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ വലുതാകുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണോ നിൽക്കുന്നത്? ഞാനും ശിവയും പിന്നെ അച്ഛനും. അയ്യേ, അപ്പൊ അമ്മയും അല്ല, അമ്മയും ഉണ്ട്. ഒരു കുടുംബം എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഞാൻ അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചിരിക്കും. ഇപ്പൊ ലച്ചുവിനെ അങ്ങ് കെട്ടിച്ചുവിടാൻ പോവാ. അല്ല, ബാല്യ ശൈശവവിവാഹം ഇപ്പൊ നിരോധിച്ചിരിക്കുകയാണ്. ഞാനും ശൈശവത്തിലല്ലേ വിവാഹം കഴിച്ചത്. നിങ്ങളല്ല, ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണേ. അല്ല, ലച്ചുവിന് അങ്ങനെ പറ്റില്ല. അവന് അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ഇലക്ട്രോണിക്സ്. ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ കാലത്തേക്ക് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയാലേ ഒരു 5 വർഷം ഒരാൾക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇപ്പം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവര് വാട്സ്ആപ്പ് നമ്പറിൽ അയക്കട്ടെ. താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പിൽ അയക്കാലോ. പേര് സ്പേസ് ലച്ചു സ്പേസ് നമ്പർ. ഇല്ല, കാര്യഗൗരവശേഷിയുള്ള ഒരു ഇലക്ട്രോണിക്സ് എന്റെ അമ്മ ഇലക്ട്രോണിക്സ് ഒരാൾക്ക് മാത്രമേ എന്റെ മോളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കൂ. എന്റെ പൊന്നോ, അതിനെ തേടി നമ്മുടെ ഷാരൂഖ് ഖാൻ പറ്റും. ഒന്ന് പോയച്ചാ അവിടുന്ന്. അതിനെന്നൊക്കെ പറയാൻ പാടില്ല. ചേച്ചി ഒരിക്കലും അങ്ങനെ പറയരുത്. വെള്ളിമുങ്ങിയെ തേടിയാ. വെള്ളിമുങ്ങ ആര്? ചേച്ചി. ആരുടെ പേര് കാണാതെ പഠിച്ചോണം. എന്തായാലും നിങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്കിവിടെ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദുൽഖർ അച്ഛനായിരിക്കുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ന്യൂസ് ആണ്. മാത്രമല്ല ഞാൻ ദുൽഖറിന്റെ ഒരു ഫോളോവർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ദുൽഖറിന്റെ പോസ്റ്റിൽ എഴുതിയിരുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം. ഫോർ ഓൾ ദി ഇൻമെൻസ് ലവ് all of you shower upon us, for all the undying support you give us, for all rooting for us to do our best. Every release, every event, every news of our lives, you all share in our joy. In return, I can only return our happiness, joy, and gratitude. Today is unforgettable in more ways than one. My life just changed forever. We have been blessed with a drop of heaven.
At long last, my biggest dream came true. I got my princess. Ammu got a mini version of herself. എന്തെങ്കിലും മനസ്സിലായോ? ഒരു പേർക്ക് മനസ്സിലായില്ല. അതാണ്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യയെ പോലെ തന്നെയാണ് എന്റെ മകൾ എന്നാണ് ദുൽഖർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ദുൽഖറിന് അത് മനസ്സിലായി. ഡബിൾ സ്വീറ്റ്നെസ് ആണ്. ബിക്കോസ് ദുൽഖറിന്റെ മൂവി CIA കോംറേഡ് ഇൻ അമേരിക്ക ഇറ്റ്സ് റിലീസിംഗ് ദിസ് മന്ത്. മാത്രമല്ല ഫ്ലവേഴ്സിന് ഇത് അതിമധുരമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഫ്ലവേഴ്സിലാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് കോംറേഡ്സ് ഇൻ അമേരിക്ക CIAയുടെ പാട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഓൺ എയർ കൊടുക്കാം. ലെറ്റ്സ് ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം CIA, Flowers FM 947. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടിയേ. വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടിയേ. കേരള മണ്ണിനായി ഉയിരു ചിന്തിയ 1000 ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമർത്യനായി തെരുവിലിറങ്ങുക, ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. സ്മരണ കൊണ്ട് ചൊക്കണ കയ്യാലെ രണമെഴുതൂ, ഭർത്തകന്റെ ചോര ചിന്തി ചൊക്കണ നേരിൻ ചെങ്കൊടി പാറുന്നേ. ഇത് മഹാതിരുപ്പം ആറുപക്ക മണ്ണെ കവട്ടും ഞാൻ വന്ന് വിട്ടോ ഉറച്ചേ. ഇൻക്ലാബ് സിന്ദാബാദ്. വാ ഇറങ്ങുവോം, എതിരിപടை போல விரட்டுவோம், தீ ஏற்றுவோம், இளைஞர் படை ஒன்று திரட்டுவோம், தாய் நாட்டினை மீட்டெடுக்க மாலை சூட்டுவோம், தீமை சுட்டெரிக்க புதியதோர் உலகம் செய்குவோம். ദൂരെ പോ അമ്പമ്പോ അമ്പോ അമ്പോ, കേരള മണ്ണിനായി ഉയിരു ചിന്തിയ 1000 ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമത്യനായി തെരുവിലിറങ്ങുക, ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. ചോരക്കറമായാത്ത കൈകൾക്കു ചുറ്റും കാണുന്ന കണ്ണിലൊക്കെ തീപ്പൊരിതൻ വെട്ടം, കലികാലത്തിൻ കോപം തിളക്കുന്ന രക്തം, ഇന്നാരാന്റെ നെഞ്ചത്തു കൂത്താടും ചട്ടം, ഇടിവെട്ടും കാലത്തിൽ നെഞ്ച